ഹലോ ഫ്രണ്ട്സ്, ക്രാഫ്റ്റ് കമ്പനി മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഫസ്റ്റ് കണ്ടതുപോലുള്ള ഒരു LED സ്റ്റാർ എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ മുള ഉപയോഗിച്ചിട്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സ്റ്റാറിൻ്റെ രൂപം ഒന്ന് ജസ്റ്റ് വെറുതെ റഫായിട്ടൊന്ന് വരച്ചെടുക്കാം. അതിപ്പോൾ ചാർട്ട് പേപ്പറിൽ തന്നെ വരക്കണം എന്നൊന്നുമില്ല. ഞാനിപ്പോൾ ചാർട്ട് പേപ്പറിൽ വരക്കുന്നതെന്ന് കാണുമ്പോൾ ക്ലിയർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്, നിങ്ങളെ കാണിക്കുന്നതുകൊണ്ട് ക്ലിയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് വരക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പഴയ ന്യൂസ് പേപ്പറൊക്കെ ഉണ്ടാവുമല്ലോ, ആ ന്യൂസ് പേപ്പറിൻ്റെ മുകളിൽ മാർക്കർ ഉപയോഗിച്ച് വരച്ചാലും മതി. ഇനി ഞാനിപ്പോൾ ഇതിൻ്റെ അളവുകളൊക്കെ കാണിച്ചു തരാം. അതായത് മുകളിൽ എന്ന് പറയുന്നത് രണ്ട് ഭാഗത്തും 25 സെൻറ്റിമീറ്ററാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ പാതിയായ 12.5 സെൻറ്റിമീറ്ററാണ് ബാക്കി എല്ലാ ഭാഗത്തും എടുത്തിട്ടുള്ളത്. മുകളിൽ രണ്ട് ഭാഗത്ത് 100 ഡിഗ്രിയാണ് കോണളവ് വരുന്നത്, ആംഗിൾ വരുന്നത്. ബാക്കി എല്ലായിടത്തും 110 ഡിഗ്രിയാണ് അളവ് വരുന്നത്. നിങ്ങളിപ്പോൾ ഇതിൻ്റെ ചെറിയ സൈസ് ചെയ്യുകയാണെങ്കിൽ ഈ ഏകദേശം ഈ അംശബന്ധം വെച്ചിട്ട് ചെയ്താൽ മതി. അടുത്തതായിട്ട് എടുക്കുന്നു കുറച്ച് മുളയുടെ കഷ്ണം എടുക്കുന്നു. അതായത് 5 കഷ്ണങ്ങളാണ് എടുക്കുന്നത്. ചെറിയ 4 കഷ്ണവും ഒരു വലിയ കഷ്ണമാണ് എടുക്കുന്നത്. ഈ വലിയ കഷ്ണത്തിൻ്റെ നീളം എന്ന് പറയുന്നത് 25-26 സെൻറ്റിമീറ്റർ ആണ്. ഇതൊരു 13 സെൻറ്റിമീറ്റർ ഈ ഒരു ഭാഗത്തേക്ക് യോജിക്കുന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 26 സെൻറ്റിമീറ്ററോളം വരും. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഈ മുളയുടെ നടുക്ക് കഷ്ണം കഴിക്കണം. അതിനിപ്പോൾ ഒരു കത്തി ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ നടുക്കെ കൂടി ഒന്ന് കീറിയെടുത്താൽ മതി. അല്ലാതെ വേറെ ആക്സോ ബ്ലേഡോ അതുപോലെ എന്തെങ്കിലും ഉപയോഗിച്ച് കഷ്ണം കഴിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ കത്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് നമുക്ക് നടുക്കെ കൂടിയിട്ട് അത് കീറിയെടുക്കാൻ പറ്റും. ബാക്കിയുള്ളതും നമുക്ക് അതേപോലെ തന്നെ കീറിയെടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ എല്ലാം കട്ട് ചെയ്ത് വെച്ചു. അതായത് ഒരു 10 കഷ്ണം ഇതിലുണ്ടാവും. അതായത് 5 എണ്ണത്തിനെയാണ് നമ്മൾ നേരെ പകുതിയാക്കിയിട്ടുള്ളത്. ഇനി നമ്മൾ ആദ്യം വരച്ച നക്ഷത്രം ഉണ്ടല്ലോ, ആ നക്ഷത്രത്തിൻ്റെ മുകളിൽ ഇതൊന്ന് ജസ്റ്റ് റഫായിട്ട് ഒന്ന് വെച്ചു കൊടുക്കുക. ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക. കണ്ടോ, ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വരുന്നുണ്ട്. അടുത്തതായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നമ്മൾ വരച്ച വരയുടെ പുറത്തേക്ക് പോവാത്ത രീതിയിൽ അകത്ത് തന്നെ ആ കഷ്ണം വടി വരുന്ന രീതിയിൽ വെക്കാം. ഇപ്പോൾ ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വരുന്നുണ്ട്, ഇത് നമുക്ക് ഒഴിവാക്കണം. അതിനായിട്ട് അവിടെ ഒരു വി ഷേപ്പിൽ, അതായത് കറക്റ്റ് ക്രോസ് ആയിട്ട് ഒന്ന് മുറിച്ചു കൊടുക്കാം. ആക്സോ ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ട്. കണ്ടോ, ഇപ്പോൾ വി പോലെയാണ് ഇവിടെ ഉള്ളത്. ഒരു ക്രോസ് ആയിട്ട് ഒരു വര ഇട്ട പോലെയാണ് ഉള്ളത്. ഇത് കറക്റ്റായിട്ട് അവിടെ ജോയിൻ ആയിട്ട് നിൽക്കുന്നുണ്ട്. അതായത് ഒന്നിൻ്റെ മുകളിൽ മറ്റൊന്ന് വരുന്നത് ഒഴിവാക്കാൻ പറ്റിയിട്ടുണ്ട് നമുക്ക്. ഇതിപ്പോൾ ബാക്കിയുള്ള എല്ലാ പീസും ഇതേപോലെ തന്നെ നമ്മളിപ്പോൾ മുറിച്ച പോലെ തന്നെ വി ഷേപ്പിൽ മുറിച്ചിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ എല്ലാ പീസും നമുക്ക് ഓരോ ഭാഗത്തേക്കും ചേർത്ത് വെക്കാൻ പറ്റും. കറക്റ്റായിട്ട് ആ വരയുടെ പുറത്ത് പോവാത്ത രീതിയിൽ തന്നെ നമുക്ക് അകത്ത് തന്നെ ചേർത്ത് വെക്കാൻ പറ്റും. നമ്മൾ മുറിച്ചിനെന്ന് പോലും തോന്നാത്ത രീതിയിൽ നമുക്കത് ചേർത്ത് വെക്കാൻ പറ്റും. അതായത് അവിടെ ആ ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മുറിച്ചത്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, കറക്റ്റായിട്ട് അത് ചേർന്ന് നിൽക്കുന്നുണ്ട്. ഇതുപോലെ കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമുക്കതൊന്ന് ഒട്ടിക്കണം. അതിനായിട്ട് ഞാനിവിടെ ഫ്ലക്സ് ക്വിക്കാണ് ഉപയോഗിക്കുന്നത്. സൂപ്പർ ഗ്ലൂ അല്ലെങ്കിൽ ഫെവിക്വിക്കോ അതുപോലുള്ള പശകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇതിപ്പോൾ രണ്ടും ചേർത്ത് വെച്ചതിന് ശേഷം ആ രണ്ടും കൂടിച്ചേരുന്ന ഭാഗത്തേക്ക് നമുക്കൊന്ന് പശ ഒഴിച്ചു കൊടുക്കാം. ഒരു 5-10 മിനിറ്റ് നേരം അനക്കാതെ വെക്കാം. ആ പശ ഉണങ്ങിയതിന് ശേഷം വീണ്ടും ഒരു കോട്ട് കൂടി, അതായത് കുറച്ചുകൂടി പശ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം അത് ഇളക്കിയെടുത്താൽ മതി. അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് ഉണങ്ങിയിട്ടുണ്ടാവില്ല. അതായത് ഇതുപോലെ അപ്പോൾ തന്നെ എടുക്കുകയാണെങ്കിൽ അത് പൊളിഞ്ഞ് വീഴുന്നതായിരിക്കും. അതുകൊണ്ട് മുഴുവൻ ഭാഗവും ഒട്ടിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം എടുത്താൽ മതി. ഇതിപ്പോൾ എല്ലാ ഭാഗവും ഒട്ടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോൾ ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞു. 3/4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ കറക്റ്റായിട്ട് നല്ല ഉറപ്പായിട്ട് ഒട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഇതിനൊന്ന് പെയിൻ്റ് അടിച്ചു കൊടുക്കണം. അതായത് പെയിൻ്റ് അടിക്കുന്ന യാതൊരു നിർബന്ധമില്ല. അതായത് പകൽ സമയത്തൊക്കെ ഇപ്പോൾ ആൾക്കാർ കാണുമ്പോൾ കുറച്ച് ഭംഗി തോന്നാൻ വേണ്ടിയിട്ട് മാത്രമാണ് പെയിൻ്റ് അടിക്കുന്നത്. യാതൊരു തരത്തിലുള്ള നിർബന്ധമില്ല പെയിൻ്റ് അടിക്കണം എന്നുള്ളത്. പിന്നെ ആ മുളാന്ന്
മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഒട്ടിച്ചിട്ടുള്ള ഗ്യാപ്പൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് ഫില്ലാവാൻ വേണ്ടിയിട്ടൊക്കെയാണ് പെയിൻ്റ് അടിക്കുന്നത്. അപ്പോൾ നീല അതേപോലെ മഞ്ഞ റോസ് അത് അങ്ങനത്തെയുള്ള കളറൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ അതുപോലുള്ള പെയിൻ്റൊക്കെ ഉണ്ടെങ്കിൽ അടിച്ചു നോക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ അതൊന്നുമില്ല. ഓറഞ്ച് കളർ കുറച്ച് എവിടെയോ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അത് അടിച്ചത്. അപ്പോൾ ഇത് ഉണങ്ങിയിട്ടുണ്ട് നന്നായിട്ട്. പകലൊക്കെ കാണുമ്പോൾ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക നമ്മളെ നക്ഷത്രം. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ നക്ഷത്രത്തിൽ LED ഒന്ന് ഫിറ്റ് ചെയ്യണം. ഇതിനായിട്ട് നമ്മളിപ്പോൾ പെയിൻ്റ് അടിച്ച ഭാഗമല്ല, മറ്റേ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് ഒന്ന് ചെരിച്ചു വെക്കാം. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെ കളറില്ലാത്ത, അതായത് ഗ്ലാസ് പോലെയുള്ള ടേപ്പ് ഉണ്ടല്ലോ, അതാണ് വേണ്ടത്. പിന്നെ ഇതുപോലെ LED സ്ട്രിപ്പ് വേണം. ഓക്കെ, ഈ LED എടുക്കുമ്പോൾ ഒരേ കളർ എടുക്കുന്നതിന് പകരം പല വ്യത്യസ്ത കളറിലുള്ള LEDകൾ മിക്സ് ആയിട്ടുള്ള ഇതുപോലത്തെ സ്ട്രിപ്പൊക്കെ വാങ്ങിക്കുന്നത് കുറച്ചുകൂടി കാണുമ്പോൾ സ്റ്റാർ ആക്കിയതിന് ശേഷം കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും, ഒരേ കളറ് എടുക്കുന്നതിന് പകരം. അപ്പോൾ ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ കറക്റ്റായിട്ട് അതിൻ്റെ ഏറ്റവും മുകളിൽ വെച്ചതിന് ശേഷം, അതായത് ഏതെങ്കിലും ഒരു മൂലയിൽ വെച്ചതിന് ശേഷം ഇതുപോലെ നമ്മുടെ കളറില്ലാത്ത ടാപ്പ് അവിടെ ഒന്ന് ചുറ്റി കൊടുക്കാം. കുറച്ച് ടൈറ്റിൽ തന്നെ ഒന്ന് ചുറ്റി കൊടുക്കാം. പിന്നെ ഇതുപോലുള്ള നടുഭാഗം അതേപോലെ ഈ താഴെ ഭാഗം അവിടെയൊക്കെ ഇതുപോലെ നടുഭാഗത്തൊക്കെ ഒന്ന് ആ ടാപ്പ് ഒന്ന് അതിന് ചുറ്റി കൊടുക്കാം. അതേപോലെ ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഈ സ്ക്രീനിലോട്ടിലെ ഇങ്ങോട്ടേക്കുള്ള ഭാഗത്തേക്ക് LED നമുക്ക് വളച്ച് വെക്കാനുള്ളതാണ്. അതുകൊണ്ട് ആ വളക്കുന്ന ഭാഗത്ത് ഒന്ന് ഇതേപോലെ വളച്ചു കൊടുക്കുക ചെറുതായിട്ട്. അപ്പോൾ അവിടെ ഒന്ന് നമ്മളെ ടാപ്പ് ഒന്ന് ചുറ്റി കൊടുക്കുക. അതേപോലെ വളച്ചതിന് ശേഷം അതിൻ്റെ നടുഭാഗത്തോ അല്ലെങ്കിൽ സൈഡിലോ ഒക്കെ ഒന്ന് ടാപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഓക്കെ, കറക്റ്റായിട്ട് ഇത് മുകളിലോട്ട് തന്നെ വരണമെന്നൊന്നുമില്ല. അത് ലൈറ്റ് കത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കറക്റ്റായിട്ട് മുകളിലോട്ട് വരണമെന്നൊന്നുമില്ല. കുറച്ച് ചെരിഞ്ഞാലൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. ലൈറ്റ് കത്തുമ്പോൾ അത് എല്ലാം കാണുമ്പോൾ ഒരേപോലെ തന്നെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതേപോലെ എല്ലാ ഭാഗത്തും ഇതേപോലെ നടുവിലും അതേപോലെ ആ രണ്ട് സൈഡിലൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. സാധാരണ 1 മീറ്റർ നീളമുള്ള LED സ്ട്രിപ്പായിട്ടാണ് ഇത് കടകളിലൊക്കെ കിട്ടുന്നത്, ഇതുപോലെ തിളങ്ങുന്ന ബൾബൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ 1 മീറ്റർ LED നമുക്ക് തികയില്ല. അതുകൊണ്ട് തന്നെ 2 മീറ്റർ 2 സ്ട്രിപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. അതായത് ഒരു സൈഡിൽ നിന്നും തുടങ്ങുന്നു അവസാനിക്കുന്നത് പോലെ അങ്ങനെ 2 LED സ്ട്രിപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് പവർ കൊടുക്കണം. ഇത് 12 വാട്ടിൻ്റെ അഡാപ്റ്ററാണ്. ഇപ്പോൾ ഈ അഡാപ്റ്ററിന് ഇതുപോലെ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. നമ്മുടെ ബൾബിലെ പോസിറ്റീവും തമ്മിൽ ഒന്ന് പിരിച്ചു വെക്കാം. അതേപോലെ തന്നെ നെഗറ്റീവും തമ്മിൽ ഒന്ന് പിരിച്ചു വെക്കാം. അതിനുശേഷം LEDയിലെ പോസിറ്റീവ് നമ്മുടെ അഡാപ്റ്ററിൻ്റെ പോസിറ്റീവായിട്ടും മറ്റേത് നെഗറ്റീവായിട്ടും കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. വളരെ സിമ്പിളായിട്ടുള്ള കണക്ഷനാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ 9 വാട്ടിൻ്റെ ബാറ്ററി ഒക്കെ വേണമെങ്കിൽ താൽക്കാലികമായിട്ട് യൂസ് ചെയ്യാം. പക്ഷേ 1 മണിക്കൂറൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും അതിൻ്റെ ബാറ്ററി ലൈഫ് കഴിയും. അതിനേക്കാളും കൂടുതൽ കാലം നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ അഡാപ്റ്ററൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെ ചെറിയ പൈസ മറ്റേ ഉള്ളൂ. ഇതിന് 80 രൂപ മറ്റേ ഉള്ളൂ ഒരു അഡാപ്റ്ററിൻ്റെ വില, 12 വാട്ട് അഡാപ്റ്ററിന്. അപ്പോൾ ഇതുപോലെ ഉപയോഗിക്കുകയാണെങ്കിൽ എത്ര കാലം വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാവുന്നതാണ്. ഇതിപ്പോൾ രാത്രി കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്, വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് എടുത്ത വീഡിയോസ് കാണാം. ഇതിപ്പോൾ റെഡ്മിയുടെ ക്യാമറ ആയതുകൊണ്ടാണ്, റെഡ്മിയുടെ ഫോണിലാണ് എടുക്കുന്നത്. അപ്പോൾ റെഡ്മി രാത്രി ആകുമ്പോൾ കുറച്ച് ഒരു പുക പിടിച്ച പോലെയൊക്കെയാണ് റെഡ്മിയുടെ ഫോണിൽ രാത്രി വീഡിയോ എടുക്കുമ്പോഴുള്ള പ്രശ്നം. അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെ കാണുന്നത്. ഒറിജിനലായിട്ട് കാണുമ്പോൾ ശരിക്കും പറയാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കടയിൽ നിന്ന് LED സ്റ്റാർ വാങ്ങിക്കുന്നതിനേക്കാളും ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.